ഞാൻ പറഞ്ഞല്ലോ, ഇത് 2019 തെരഞ്ഞെടുപ്പല്ല, 2024 തെരഞ്ഞെടുപ്പിലെ ബൂത്ത് തലത്തിലൊന്ന് CPM ഒന്ന് റിവ്യൂ ചെയ്താൽ ബംഗാളിലും ത്രിപുരയിലും നേരത്തെ സംഭവിച്ചത് കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നതിൻ്റെ തുടക്കമാണ് എന്ന് മനസ്സിലാവും. പാർട്ടി ഗ്രാമങ്ങളിൽ വരെയാണ് ഒഴുകിപ്പോയിരിക്കുന്നത്, ഒഴുകിപ്പോയിരിക്കുന്നത്. ഇവരെന്തെല്ലാം പ്രചരണം നടത്തി. വടകരയിൽ സംഘപരിവാറിനെ ലജ്ജിപ്പിക്കുന്ന തരത്തിലുള്ള വർഗീയ പ്രചരണമാണ് CPM നടത്തിയത്. എന്നിട്ട് ഞങ്ങളുടെ തലയിലും ഞങ്ങളുടെ സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൻ്റെ തലയിലും കെട്ടിവെക്കാൻ ശ്രമിച്ചു. ഇപ്പോൾ മനസ്സിലായില്ലേ, കാഫിർ എന്നുള്ള കള്ളപ്രചരണം നടത്തിയത് ആരാണ്? CPM തന്നെയാണ്. CPM തന്നെയാണ്. വ്യാജമായി ആ ഇട്ടെന്ന് പറയുന്ന യൂത്ത് ലീഗിൻ്റെ പ്രവർത്തകൻ കാസിം കൊണ്ടുപോയി പോലീസോട് പറഞ്ഞു, നിങ്ങൾ എൻ്റെ ഫോൺ പരിശോധിക്കുക, ഉണ്ടെങ്കിൽ എനിക്കെതിരായി കേസെടുക്കാൻ പറഞ്ഞു. ഇപ്പോൾ പോലീസ് പറഞ്ഞിരിക്കുന്നത് കാസിമിന് യാതൊരു പങ്കും അതിനകത്തില്ല. അപ്പോൾ ആരാണ്? പോരാളി ഷാജി, പിന്നെ എന്താണ്, അമ്പാടി സഖാക്കൾ, പിന്നെ മുൻ MLA KK ലതിക, അവരെല്ലാമാണ് ഇതെല്ലാം പ്രചരിപ്പിച്ചത്. അവർ തന്നെ ഒരു വ്യാജ കണ്ടൻറ് ഉണ്ടാക്കി, ഒരാളുടെ പേരിൽ ഫേക്ക് ഐഡിയിൽ വ്യാജമായി കണ്ടൻറ് ഉണ്ടാക്കി അവർ തന്നെ പ്രചരിപ്പിച്ച് വർഗീയ വിഭജനം വടകരയിൽ ഉണ്ടാക്കാൻ നോക്കി. ഞാൻ പറഞ്ഞു, സംഘപരിവാർ നാണിച്ചു പോകും ഈ CPMൻ്റെ മുമ്പിൽ. കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയണം, എന്തും ജയിക്കാൻ എന്തും ചെയ്യാൻ മടിക്കാത്തവരുടെ സംഘമാണ് CPM. എന്തൊരു കേരളത്തിൻ്റെ ചരിത്രത്തിലുണ്ടായിട്ടുണ്ടോ ഈ കാഫിർ പ്രചരണമൊക്കെ? എത്രമാത്രം ഈ ഭിന്നിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അത് തന്നെയല്ലേ സംഘപരിവാർ ചെയ്യുന്നത്. ആണല്ലോ, ഇപ്പോൾ പരസ്പരം പോരടിച്ചുകൊണ്ടിരിക്കുന്നില്ലേ. നിങ്ങൾ പറഞ്ഞില്ലേ ഈ CPM ഹാൻഡിലുകൾ ഞങ്ങളെയൊക്കെ എത്ര മോശമായിട്ടാണ്, ഞങ്ങളുടെയൊക്കെ വീട്ടിലിരിക്കുന്ന ആളുകളെ കുറിച്ച്, മാധ്യമപ്രവർത്തകർക്കെതിരെ, വനിതാ മാധ്യമപ്രവർത്തകർക്കെതിരെ, രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ അപകീർത്തികരമായ പ്രചരണം നടത്തിയിരുന്ന CPM ഹാൻഡിലുകളെല്ലാം ഇപ്പോൾ പീരങ്കി തിരിച്ചു വച്ചിരിക്കുന്നത് എങ്ങോട്ടാ? പിണറായി വിജയനിലേക്കും CPM നേതൃത്വത്തിലേക്കും തിരിച്ചു വച്ചിരിക്കുക. അടിയാണ്, പരസ്പരം പോരാണ്. ഈ ഓരോ ഹാൻഡിലിൻ്റെ പുറകിലും ഓരോ പ്രധാനപ്പെട്ട CPM നേതാക്കളുണ്ട്. അവർ തമ്മിൽ പ്രസ്താവന യുദ്ധം നടത്തുന്നതിന് പകരം അവരുടെ ഹാൻഡിലുകളെ കൊണ്ടാണ് ഈ സംസാരിപ്പിക്കുന്നത്. CPM ഞങ്ങൾ പറഞ്ഞത് നിങ്ങൾ അടിവരയിട്ട് എഴുതി വെച്ചോ, ജനറേഷനാണ്, ജീർണത ബാധിച്ചിരിക്കുകയാണ് ആ പാർട്ടി ബംഗാളിലെയും ത്രിപുരയിലെയും പോകും. ഇത് അവസാനിച്ച് കുഴിച്ചു മൂടിയിട്ട് വാഴയും കൂടി വെച്ചിട്ട് പിണറായി വിജയൻ പോകുമെന്ന് ഞങ്ങൾ തെരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞതാണ്. അത് തന്നെ സംഭവിക്കാൻ പോകും. തൃശ്ശൂരിലെ കാര്യം കൂടി വന്നാൽ, തൃശ്ശൂരിൽ ഇന്ന് വരെ പോസ്റ്റർ വിവാദം നിരന്തരമായ പ്രശ്നങ്ങളാണ്. നിങ്ങൾ കമ്മിറ്റിയെ വെച്ചു, പുതിയ അന്വേഷണ കമ്മീഷനെ വെച്ചു, പുതിയ DCC പ്രസിഡന്റിനെ വെച്ചു. ഞാൻ പറഞ്ഞത് നിങ്ങൾ എന്തിനാണ് ഈ വല്ലവരും കൊണ്ട് പോസ്റ്റ് ഒട്ടിക്കുമ്പോൾ എടുക്കാൻ പോണ രാവിലെ? വേറെ അത് ആർക്കും വേണമെന്ന് ഒട്ടിക്കുക, ഒരു CPM-കാരന് ഒട്ടിക്കുക, ആർക്കും ഒട്ടിക്കാൻ വന്ന് ആരെങ്കിലും രാത്രി ഇനി വേണമെങ്കിൽ ക്യാമറ വയ്ക്കുക, ആരാണ് ഒട്ടിക്കണമെന്ന് അറിയാൻ വേണ്ടി. ഈ പോസ്റ്റ് ഒട്ടിക്കണമൊക്കെ അതൊക്കെ ഒരു ബോധമില്ലാത്ത ആളുകളാണ് ചെയ്യുന്നത്. ആർക്കും വേണമെങ്കിൽ പോസ്റ്റ് ഒട്ടിക്കണ കണ്ടിട്ടാണ് രാഷ്ട്രീയ തീരുമാനങ്ങൾ ഒരു രാഷ്ട്രീയ പാർട്ടി എടുക്കുന്നത്. ഇത് നിങ്ങൾ 2 ദിവസം ആ പോസ്റ്റൊന്നും കണ്ടില്ല എന്ന് വിചാരിക്കാം. പാർട്ടി ഓഫീസിൽ നിന്ന് അവിടെ കൊണ്ട് ആരെങ്കിലും പോസ്റ്റർ ഒട്ടിച്ച് നിങ്ങൾ കണ്ടില്ല എന്ന് വെച്ചാൽ പിന്നെ ഈ പോസ്റ്റർ ഉണ്ടാവില്ല. നിങ്ങൾ രാവിലെ ചെന്ന് ഇത് എടുക്കാൻ പോകുന്നതുകൊണ്ടാണ് രാത്രി വന്നിട്ട് വീട്ടിൽ പോസ്റ്റർ ഒട്ടിക്കണം. അത് നിർത്തി.